തൃശൂരിൽ കെ മുരളീധരന്റെ പരാജയ കാരണം പൂരം അലങ്കോലമാക്കിയതാണെന്ന വി.ഡി. സതീശന്റെ ആരോപണം ക്രൈസ്തവ വിഭാഗത്തിന്റെ പങ്ക് മറച്ചുവെക്കുന്നതിനാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. കുരയ്ക്കുന്ന പട്ടി ഒരിക്കലും കടിക്കില്ല എന്ന് പറയും പോലെയാണ് ഇവിടുത്തെ പ്രതിപക്ഷത്തിന്റെ അവസ്ഥ. ഇങ്ങനെ പോയാൽ വീണ്ടും ഒരു തുടർഭരണം കൂടി LDFന് കിട്ടിയാൽ പോലും അതിശയിക്കാനില്ല. ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് പറയുന്നത് ADGP മുഖ്യമന്ത്രിയുടെ ദൂതനാണെന്നും CPM പോലീസിനെ കൊണ്ട് പൂരം കലക്കിയെന്നുമാണ്. അതിനാലാണ് തങ്ങളുടെ സ്ഥാനാർത്ഥി കെ മുരളീധരന് തൃശൂരിൽ വൻ പരാജയമുണ്ടായതെന്ന് പറഞ്ഞു വെക്കുകയാണിപ്പോൾ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. തൃശൂരിൽ കോൺഗ്രസിനകത്തോ UDFനകത്തോ വേറെ ആഭ്യന്തര പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ലെങ്കിൽ എന്നും UDFനെ തുണച്ചിരുന്ന മണ്ഡലം തന്നെയാണ് തൃശൂർ. 2024 ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുൻപ് 2019 നടന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ നടൻ സുരേഷ് ഗോപി ആദ്യമായി തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് മത്സരിച്ചപ്പോൾ അദ്ദേഹത്തിന് 3ാം സ്ഥാനം കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വന്നിരുന്നു. അന്ന് കോൺഗ്രസിലെ TN പ്രതാപൻ വലിയ ഭൂരിപക്ഷത്തോടെയാണ് അവിടെ വിജയിച്ചത്. പിന്നീട് നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും തൃശൂർ നിയമസഭാ മണ്ഡലത്തിൽ നിന്നും സുരേഷ് ഗോപി മത്സരിച്ചെങ്കിലും അവിടെയും 3ാം സ്ഥാനം കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വന്നു. തൃശൂർ എന്നും ക്രിസ്ത്യൻ സമുദായത്തിന്, പ്രത്യേകിച്ച് അതിലെ കത്തോലിക്ക വിഭാഗത്തിന് വലിയ സ്വാധീനമുള്ള മേഖലയാണ്. എക്കാലവും ഇവിടുത്തെ പരമ്പരാഗത ക്രിസ്ത്യൻ വോട്ടുകൾ UDFനാണ് ലഭിച്ചുകൊണ്ടിരുന്നത്. അത് 2024 ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ BJP പാളയത്തിലേക്ക് മാറപ്പെട്ടു എന്നതാണ് വാസ്തവം. ഇതിനെ ആരും കണ്ണടച്ച് ഇരുട്ടാക്കിയിട്ട് കാര്യമില്ല. ക്രൈസ്തവ വോട്ടുകൾ ഒന്നടങ്കം BJPക്ക് ലഭിച്ചത് തന്നെയാണ് സുരേഷ് ഗോപിയുടെ വിജയത്തിൽ കലാശിച്ചത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. വലിയ രീതിയിൽ വർഗീയത പറഞ്ഞ് ഇവിടുത്തെ ക്രൈസ്തവ വോട്ടുകൾ സമാഹരിക്കാൻ BJPക്കായി എന്നാണ് ആക്ഷേപം. ക്രിസ്ത്യാനികളെ മുസ്ലിങ്ങൾക്കെതിരാക്കി തിരിച്ചുകൊണ്ട് അവരെ തങ്ങളുടെ പാളയത്തിൽ എത്തിക്കാനുള്ള പരിശ്രമങ്ങളാണ് അവർ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് മുതൽ ആവിഷ്കരിച്ചതെന്നും ആരോപണങ്ങൾ ഉയരുന്നുണ്ട്. അവർ പള്ളികളും അരമനകളും കയറിയിറങ്ങി ഇത്തരം നീക്കങ്ങൾ നടത്തിയപ്പോൾ ഇതിനൊന്നും തടയിടാൻ സതീശനോ കൂട്ടരോ ചെറുവിരൽ പോലും അനക്കിയില്ല എന്നതാണ് യാഥാർത്ഥ്യം. അതിന്റെ പരിണിത ഫലമായിരുന്നു UDFന്റെ ഉറച്ച കോട്ടയിൽ കോൺഗ്രസിന്റെ സമുന്നതനായ നേതാവ്, സാക്ഷാൽ ലീഡർ കെ കരുണാകരന്റെ മകൻ കെ മുരളീധരൻ 3ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടത്. ഈ പരാജയത്തിന് ഇടതിനെയോ ADGPയെയോ മുഖ്യമന്ത്രിയെയോ കുറ്റം പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല. അങ്ങനെയെങ്കിൽ അത് വി.ഡി. സതീശനെ പോലുള്ള ആളുകൾ മലർന്നു കിടന്ന് തുപ്പുന്നതിന് സമാനമായിരിക്കും. തൃശൂരിലെ BJPയുടെ വിജയത്തിൽ ക്രൈസ്തവ വിഭാഗത്തിന്റെ പങ്ക് മറച്ചുവെക്കുന്നതിനു വേണ്ടിയാണ് വി.ഡി. സതീശൻ പൂരം അലങ്കോലം ആയുധമാക്കുന്നതെന്ന് ആരെങ്കിലും പറഞ്ഞാൽ അവരെ എങ്ങനെ കുറ്റം പറയാനാണ്? യാഥാർത്ഥ്യം അത് തന്നെയാണ്. ഇനി UDF ഭരണകാലത്തായിരുന്നു തൃശൂരിൽ പൂരം അലങ്കോലപ്പെട്ടതെങ്കിൽ പ്രതിപക്ഷമായ LDF അടങ്ങിയിരിക്കുമായിരുന്നു. അവർ ഇവിടെ എന്തൊക്കെ സമരമുറകളുമായി കളത്തിലിറങ്ങുമായിരുന്നു. എന്നാൽ ഇവിടെ പ്രതിപക്ഷത്തിനോ പ്രതിപക്ഷ നേതാവിനോ ഈ വിഷയത്തിൽ ഒരു ചെറുവിരലെങ്കിലും അനക്കാൻ സാധിച്ചു. ഇവിടുത്തെ പ്രതിപക്ഷം ഇവിടുത്തെ ഭരണപക്ഷത്തിനും മുഖ്യമന്ത്രിക്കും കീഴ്പ്പെടുന്നതല്ലേ ജനത്തിന് കാണാൻ കഴിഞ്ഞത്. ശരിക്കും പറഞ്ഞാൽ തൃശൂരിൽ UDF തോൽവി ചോദിച്ചു വാങ്ങിയതാണെന്ന് തന്നെ പറയാം. അല്ലെങ്കിൽ കെ മുരളീധരന്റെ തോൽവി ആരൊക്കെയോ മനസ്സിൽ ആഗ്രഹിച്ചു എന്ന് കരുതേണ്ടി വരും. അതുകൊണ്ടാണല്ലോ തന്നെ തോൽപ്പിച്ചവർ ആരൊക്കെയാണെന്ന് കെ മുരളീധരൻ ചൂണ്ടിക്കാണിച്ചിട്ടും അവർക്കെതിരെ ഒരു ചെറു വിരൽ അനക്കാൻ പോലും ഇതുവരെ സംസ്ഥാന നേതൃത്വത്തിന് സാധിക്കാതിരുന്നത്. 86,000 വോട്ട് മറിച്ച് മുരളീധരനെ ചതിച്ച സതീശൻ അതുവഴി പുനർജനി കേസിൽ ED അന്വേഷണത്തിന് തടയിട്ടു എന്നാണ് ഇപ്പോഴും ആരോപണം. കോൺഗ്രസിന്റെ ദാനമാണ് തൃശൂർ സീറ്റ് എന്ന് കരുതുന്നവർ ഏറെയുണ്ടെന്നീ അവസരത്തിൽ പ്രതിപക്ഷ നേതാവ് ഓർമ്മിക്കുന്നത് നന്നായിരിക്കും. അത്തരം ചർച്ചകൾ സോഷ്യൽ മീഡിയയിലും മറ്റും സജീവമായി നടക്കുന്നുമുണ്ട്. തൃശൂരിൽ കോൺഗ്രസിന് ലഭിക്കേണ്ട വോട്ട് BJPക്കാണ് കിട്ടിയത്. അതെങ്ങനെയാണെന്ന് വെളിപ്പെടുത്തേണ്ടത് പ്രതിപക്ഷ നേതാവിന്റെ ഉത്തരവാദിത്തമാണ്. തൃശൂരിൽ മാത്രമല്ല, കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്തെ പല നിയമസഭാ മണ്ഡലങ്ങളിലും BJPയുടെ വോട്ട് ശതമാനം വർദ്ധിച്ചതായാണ് കാണാൻ സാധിച്ചത്. ചില മണ്ഡലങ്ങളിൽ അവർ 1ാം സ്ഥാനത്തെത്തിയപ്പോൾ അതിന്റെ ഇരട്ടി മണ്ഡലങ്ങളിൽ 2ാം സ്ഥാനത്തെത്തിയെന്നതും കാണാതിരുന്നിട്ട് കാര്യമില്ല. നേമം, വട്ടിയൂർക്കാവ്, നെയ്യാറ്റിൻകര പോലുള്ള മണ്ഡലങ്ങളിൽ മാത്രം സ്വാധീനം ഉറപ്പിച്ചു നിന്ന BJPയാണ് ഇത്തരത്തിൽ മറ്റു മണ്ഡലങ്ങളിൽ തങ്ങളുടെ സ്വാധീനം വർദ്ധിപ്പിച്ചെന്ന സംഗതി കാണാതെ പോകരുത്. കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ തിരുവനന്തപുരം, ആറ്റിങ്ങൽ മണ്ഡലങ്ങളിൽ വളരെ ചെറിയ മാർജിനിലാണ് BJP തോറ്റത്. ഒന്നുകൂടി ആഞ്ഞു പിടിച്ചിരുന്നെങ്കിൽ തിരുവനന്തപുരം BJPയുടെ കയ്യിലിരിക്കുമായിരുന്നു. തിരുവനന്തപുരത്ത് BJP 2ാം സ്ഥാനത്ത് എത്തുകയും ചെയ്തു. UDF സ്ഥാനാർത്ഥി ശശി തരൂർ അല്ലായിരുന്നുവെങ്കിൽ വിജയം BJPയുടെ രാജീവ് ചന്ദ്രശേഖരനായിരുന്നേനെ. ശശി തരൂരിന്റെ വ്യക്തിപ്രഭാവം ഒന്നുകൊണ്ട് മാത്രമാണ് UDFന് തിരുവനന്തപുരത്ത് വിജയിക്കാനായത്. ഇവിടെയൊന്നും പൂരവും ADGPയും ഇല്ലായിരുന്നു. എന്നിട്ടും തിരുവനന്തപുരത്ത് 2ാം സ്ഥാനത്തെത്തിയത് BJPയാണ്.
പ്രതിപക്ഷ നേതാവിന്റെ വാദഗതി ഇങ്ങനെയാണെങ്കിൽ കെ രാധാകൃഷ്ണൻ ജയിച്ച ആലത്തൂർ ലോക്സഭാ മണ്ഡലത്തിൽ കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വോട്ട് മറിച്ചു എന്ന് പറയേണ്ടി വരും. കഴിഞ്ഞ തവണത്തെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ആണ് ഇവിടെ വിജയിച്ചതെന്ന യാഥാർത്ഥ്യം പ്രതിപക്ഷ നേതാവ് വിസ്മരിക്കരുത്. എന്നിട്ടും ADGP മുഖ്യമന്ത്രിയുടെ ദൂതനാണെന്നും CPM പോലീസിനെ കൊണ്ട് പൂരം കലക്കിച്ചെന്നുമാണ് പ്രതിപക്ഷ നേതാവിന്റെ വാദം. തൃശൂരിലെ BJPയുടെ വിജയത്തിൽ ക്രൈസ്തവ വിഭാഗത്തിന്റെ പങ്ക് എത്രയാണെന്ന് സാമാന്യ ബോധമുള്ളവർക്കെല്ലാം അറിയാം. അതിനെ മറച്ചുവെക്കുന്നതിനു വേണ്ടി പ്രതിപക്ഷ നേതാവ് നടത്തുന്ന ജൽപ്പനങ്ങളെ ജനം പുച്ഛിച്ചു തള്ളുകയുള്ളൂ. പ്രതിപക്ഷ നേതാവ് സവർക്കറിന്റെ ഫോട്ടോയ്ക്ക് തിരിതെളിക്കുന്ന പടമെല്ലാം നാട്ടുകാർ കാണുന്നുണ്ടെന്നും സാമൂഹ്യ മാധ്യമങ്ങളിൽ വൈറലാണെന്നും സതീശൻ ഓർക്കുന്നത് നല്ലതാണ്. തൃശൂരിലെ BJP വിജയം RSS UDF അഡ്ജസ്റ്റ്മെന്റ് ആണെന്ന് പരിഹസിച്ചാൽ അവരെ കുറ്റം പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല.